إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنهم فتية آمنوا بربهم وزيدناهم هدى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അത്തരത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കിതാബു ഷബാബി ഹൗല റസൂൽ എന്ന അബ്ദുള്ള മുഹമ്മദിൻ്റെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ചരിത്രത്തിൽ പ്രവാചകനോടൊപ്പം ജീവിച്ച, പ്രവാചകൻ്റെ കൂടെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുകയും വിശ്വാസവും വിശുദ്ധിയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള സ്വഹാബികളുടെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു പോലെയുള്ള, അനസ് റളിയല്ലാഹു പോലെയുള്ള, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു പോലെയുള്ള, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലെയുള്ള ഒരുപാട് യൗവന കാലഘട്ടത്തിൽ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികളുടെ ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ യുവസമൂഹത്തിന് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മാതൃകയായി ഉൾക്കൊണ്ട ജീവിതങ്ങളായിരുന്നു ആ പറയുന്ന സ്വഹാബികളൊക്കെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇമാം നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റസൂലിനോട് തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, താങ്കളാണ് ഞങ്ങൾക്ക് ഇമാം നിൽക്കേണ്ടത്, താങ്കളാണ് ഞങ്ങൾക്ക് ഇമാം നിൽക്കേണ്ടത്, ഞങ്ങളല്ല. രണ്ടർത്ഥമാണ് അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സൂചിപ്പിക്കുന്നത്. എന്നും ഇമാമായിട്ട് റസൂലെ താങ്കളായിരിക്കണം ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. മറ്റൊന്ന്, ഈ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും താങ്കളാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീനി. അള്ളാഹുവെ, ഈ പറയുന്ന ഇബ്നു അബ്ബാസിന് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ദീനിൽ അവഗാഹം നൽകണം. മാത്രമല്ല വ അല്ലിമുഹു അത്തഅവീല, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. കഴിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള സൂറത്തുൻ നസ്ർ, അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് സ്വഹാബികളിലുള്ള പലരോടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവരൊക്കെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പല ആളുകളും കടന്നു വരുന്ന ആയത്തിൻ്റെ പശ്ചാത്തലങ്ങൾ വിശദീകരിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് കടന്നു വരുന്നു. എന്നാൽ അവസാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അതിന് നൽകിയിട്ടുള്ള മറുപടി, അതൊക്കെ ശരിയാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ് ഈ ആയത്ത്, ഈ സൂറത്ത് അവതീർണമാകാനുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, അത്രയും വിജ്ഞാനത്തിനോടും അതോടൊപ്പം തന്നെ പാണ്ഡിത്യമുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു യുവ സമൂഹത്തിന്, യുവതക്ക് വലിയൊരു പാഠമാണ്. മാത്രമല്ല വിജ്ഞാനത്തിനോടുള്ള താല്പര്യം വരുന്ന തലമുറക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇൽമുണ്ടെങ്കിലേ അമലുണ്ടാകുള്ളൂ. അറിവ് സമ്പാദിച്ചാലേ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വായിക്കാനും പഠിക്കാനും വിശുദ്ധ ഖുർആനെക്കുറിച്ച് അറിയാനുമുള്ള ഒരു മനസ്സും സന്നദ്ധതയും യുവസമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പക്വമായിട്ടുള്ള മറുപടിയാണ് നമ്മൾ പാഠമായിട്ട് എടുക്കേണ്ടത്. കണ്ടറിഞ്ഞ് സമയബന്ധിതമായി സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പക്വതയോടുകൂടി പെരുമാറാൻ സാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറണം.
കാരണം റസൂലിനെ ഇമാം നിർത്തുവാനും റസൂലെ താങ്കളാണ് നിൽക്കേണ്ടതെന്ന് തിരിച്ചു പറയാനുള്ള പാകത അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവും ഇബ്നു മുലൈക്ക റളിയല്ലാഹുവും യാത്ര പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്ന യാത്രക്കിടയിൽ അവിടെ തമ്പടിക്കുന്ന സമയത്ത് രാത്രികളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിലെ മരണത്തെക്കുറിച്ചുള്ള വചനങ്ങൾ ആവർത്തിച്ച് ഓതും. ഈ ആവർത്തനം ഇബ്നു മുലൈക്ക റളിയല്ലാഹു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ, ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അവസാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? വജാഅത്ത് സക്രത്തുൽ മൗതി ബിൽ ഹഖി ദാലിക മാ കുന്ത മിൻഹു തഹീദ്. മരണവെപ്രാളം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഏതൊന്നിൽ നിന്നാണ് നമ്മൾ വിട്ടുമാറാൻ ശ്രമിക്കുന്നത്, അത് നമ്മളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് തന്നെ നമ്മളടുത്തേക്ക് അതിൻ്റെ വെപ്രാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, യുവസമൂഹത്തിനോട് നമുക്ക് വലിയ പാഠമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അതുകൊണ്ടാണ് 7 വിഭാഗം ആളുകൾക്ക് അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ഒരു മനുഷ്യൻ അവന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കും. അള്ളാഹുവിനെ ഓർക്കാൻ, മാറി നിന്ന് ഓർക്കാൻ സമയമുണ്ടാകണം നമ്മുടെ തിരക്കിനിടയിൽ. മാത്രമല്ല ഫഫാദത്ത് ഐനാഹു, കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകും. ഒരുപക്ഷെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുടെ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകും. ഒരുപക്ഷെ നമ്മൾ നാട്ടിലുള്ള കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് അവിടെ ഒരു പക്ഷേ നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും പരിപാടികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എനിക്കും പോകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അവസരം നഷ്ടപ്പെട്ടല്ലോ തുടങ്ങിയ രീതിയിൽ വിലപിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, ജീവിതത്തിലെ വളർച്ചയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ, അങ്ങനെ കരച്ചിൽ ഉണ്ടാക്കണമെന്നല്ല, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ പറയുന്ന ഒരു തേങ്ങൽ പുറത്തേക്ക് വരണം. കാരണം ജീവിതത്തെ വിലയിരുത്തുമ്പോൾ യഥാർത്ഥ വിശ്വാസിക്ക് അത്തരത്തിലുള്ള തേങ്ങൽ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞില്ല. ഷാബുൻ നശഅ ഫീ ത്വാഅത്തില്ല. ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ആ യുവതിയാകട്ടെ യുവാവാകട്ടെ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുസരണയിൽ വളരുന്നു. കഴിഞ്ഞില്ല. അതേ സമയത്ത് മറ്റു രീതിയിൽ പഠിപ്പിക്കുന്നത് ഫി ഇബാദത്തില്ല. ഷാബുൻ നശ ഫി ഇബാദത്തില്ല. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ, ആരാധനയിൽ വളരുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വിശുദ്ധ ഖുർആനിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വചനമാണ് ആമുഖമായിട്ട് ഊതി കേൾപ്പിച്ചിട്ടുള്ളത്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ ഇന്നഹും ഫിത്തിയത്തുൻ. അവർ യുവാക്കളാണ്. ആമനു ബി റബ്ബിഹിം, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. യുവാക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ ആ യുവാക്കളുടെ വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അള്ളാഹുവിൽ അവർ വിശ്വസിക്കേണ്ട രൂപത്തിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ വസീദനാഹും ഹുദൻ, അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ സിയാദത്തുൽ ഹിദായത്ത്, ഹിദായത്തിൻ്റെ വർധനവ് കിട്ടാനുള്ള ഒരു ജീവിതം അവർ കാഴ്ചവെച്ചു. അനീതിക്കെതിരെ അവർ ശബ്ദമുയർത്തി. മാത്രമല്ല, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, തൗഹീദിന് വേണ്ടിയിട്ട് അവർ ശബ്ദമുയർത്തി. അതിൻ്റെ പേരിൽ നാട് വിടേണ്ടി വന്നു അവർ. എന്നിട്ടൊരു ഗുഹയിൽ അള്ളാഹു അഭയം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. അള്ളാഹുവിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ളൊരു വഴി ഉണ്ടാക്കി തരികയും ചെയ്യണം. ആ ഗുഹയിൽ വെച്ചുകൊണ്ടാണ്, ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോഴാണ് അവിടെ വെച്ചെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവർ ആവശ്യപ്പെട്ടു. ഈ ഗുഹയിൽ പെട്ടുപോയല്ലോ, ഞങ്ങൾക്ക് അള്ളാഹു പോലും സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയല്ല, അള്ളാഹു അത് നൽകിയിട്ടുള്ളത് അഭയമാണ് എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ, വരാൻ പോകുന്ന ഒരു നന്മക്ക് വേണ്ടി കാത്തിരിക്കാൻ യുവതലമുറക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു നിക്കാഹിൻ്റെ സമയത്ത് ചെറുപ്പക്കാരൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം തൻ്റെ ഭാര്യയുമായിട്ട് മണിയറയിലുള്ള ആദ്യത്തെ ദിവസം തന്നെ ഭാര്യയോട് ആദ്യം ആവശ്യപ്പെട്ടത്, ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: നോക്ക്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു ഇടത്തരം കുടുംബത്തിലുള്ള ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. ഞാൻ മഹറിന് വേണ്ടി സ്വയം സമ്പാദിച്ചു വെച്ച മഹറാണ്. ആ മഹറിൻ്റെ പകുതിയും വാങ്ങിച്ചു വെച്ച മഹർ പിന്നെയും വിറ്റിട്ട് അതിൻ്റെ പകുതി മാത്രമാണ് നിനക്ക് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച മഹർ ഇത്രയായിരുന്നു. പക്ഷെ അതിൻ്റെ പകുതി പാവപ്പെട്ട ഒരു മനുഷ്യന്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായിരുന്നു. ശേഷം ഒരു വീട് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് അല്പം ഒന്ന് കിടന്നുറങ്ങാൻ താൽക്കാലികമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ മഹറിൻ്റെ ചെറിയൊരു ഭാഗം വിറ്റുകൊണ്ടാണ് സഹായിച്ചിട്ടുള്ളത്. അത് കേട്ട ഭാര്യ ആദ്യ ദിവസം തന്നെ തൻ്റെ ആദ്യവരൻ്റെ പുതിയാപ്പളയുടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിൽ വെച്ച്
ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹറാണ് ഞാനിപ്പോൾ അണിഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയുന്ന, തൻ്റെ ഭർത്താവ് പറഞ്ഞത് മനസ്സിലാക്കുന്ന ഒരു ഭാര്യ പറയുന്നത് ഭർത്താവ് തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. ആദ്യത്തെ ദിവസം രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തതിൻ്റെ പേരിൽ ഒരേ അഭിപ്രായത്തിലേക്ക് അവർ പറഞ്ഞു വരുന്നത് ഒരുപാട് നന്മ ചെയ്യുന്ന യുവസമൂഹങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വേങ്ങേരി എന്ന് പറയുന്ന സ്വദേശത്തുള്ള നൗഷാദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ, ഒരു ഡ്രൈനേജിൽ വീണ് കിടക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ ഭാഷയോ ദേശമോ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കുലമഹിമയോ ഒന്നും നോക്കാതെ ആ നൗഷാദ് ഡ്രൈനേജിലേക്ക് ചാടി ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മയ്യത്താണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇപ്പോഴും ആ കുടുംബത്തിനോട് മക്കൾ പറയും, ബാപ്പ മരിക്കണ സമയത്ത് നന്മ ചെയ്തുകൊണ്ടാണ് മരിച്ചിട്ടുള്ളത്. സൂചിപ്പിച്ചു വരുന്നത് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള യുവതികളും യുവാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു മായത്തിൻ്റെ, ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് പലരും ജീവിച്ചു പോകുന്നു. സെലിബ്രിറ്റി ക്രഷുകൾ, ഇഷ്ടപ്പെടുന്ന നടനോ നടിയോ അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അവരുടെ ജീവിതത്തിനെ എങ്ങനെ ഏത് രൂപത്തിൽ അനുകരിക്കാം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹത്തിലും തൻ്റെ വിവാഹങ്ങളിലും തൻ്റെ കുടുംബജീവിതത്തിലും പുതിയ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷെ ഓരോ ട്രെൻഡുകളും കൊണ്ടുവരുന്ന സമയത്ത് അത് അള്ളാഹുവിന് തൃപ്തിയുള്ളതാണോ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ എന്ന് പോലും ചിന്തിക്കാതെ കൊണ്ടുവരുന്ന ട്രെൻഡുകളുണ്ട്. നിക്കാഹ് ഖുതുബ കഴിഞ്ഞ് പുറത്തിറങ്ങി അസർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ ചെന്നു. ആ ളുഹർ നമസ്കാരത്തിന് മുമ്പുണ്ടായിരുന്ന നിക്കാഹിന് ഭക്ഷണം കഴിച്ച് അങ്ങനെ യാദൃച്ഛികമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ നിക്കാഹ് ഖുതുബ കഴിഞ്ഞിട്ട് പോയത് നന്നായി, എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, നിങ്ങൾ പോയതിന് ശേഷം സ്റ്റേജിലേക്ക് വധുവിനെയും വരനെയും കൊണ്ടുവന്നു, സ്വാഭാവികമാണ്. കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ളത് ഒരു തരിപ്പ കൊണ്ടുവന്ന് രണ്ടുപേരുടെയും നിഴൽ കാണുമാറ് സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് ആ സ്റ്റേജിൽ രണ്ടുപേരെയും നിഴൽ കാണുന്ന രീതിയിൽ കാണുകയും രണ്ടുപേരും പരസ്പരം പരസ്യമായിട്ട് ചുംബിക്കുന്ന രംഗങ്ങളാണ് ആ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ഇത് ഒരു പരാതി പറയാനല്ല, ഒരു കുറ്റം പറയാനോ ഒരു സമൂഹത്തെ തേജോവധം ചെയ്യാനോ അല്ല, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നിക്കാഹ് വേളയിൽ ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമാ ബൈനക്കുമ ഫി ഖൈർ എന്ന അള്ളാഹുവിൻ്റെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അത് വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ. അതുകൊണ്ടാണ് യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് നമ്മുടെ വിഷയസംബന്ധമായി സൂചിപ്പിച്ചിട്ടുള്ളത് ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പുള്ള നിൻ്റെ ഒരു യൗവനമുണ്ട്. ആ യൗവനത്തിൽ നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യുക. കൂട്ടുകാരാണ്, അവർ ജനിച്ചും വളർന്നതും ഒരുമിച്ചാണ്, പഠിച്ചതും ഒരുമിച്ചാണ്, അയൽവാസികളാണ്. പുറത്തേക്ക് പോകുന്ന സമയത്ത് അവനെ തൻ്റെ കൂട്ടുകാരനെ കാത്തു നിൽക്കുന്ന കാറിൻ്റെ അല്പം ഗ്ലാസ് താഴ്ന്ന സമയത്ത് തന്നെ അതിൽ കണ്ടിട്ടുള്ള മുഖം തൻ്റെ മറ്റേ കൂട്ടുകാരനറിയാം. ആ കൂട്ടുകാരൻ പറഞ്ഞു, നീ അവരെ കൂടെ പോകാൻ പാടില്ല, നീ അവരെ കൂടെ പോകരുത്, നീ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് നാശത്തിലേക്കാണ്, നീ പോകുന്നത് നാശത്തിലേക്കാണ്. ആ സമയത്ത് ഈ കൂട്ടുകാരൻ പറഞ്ഞു, നീ നിൻ്റെ പണിയെടുത്താൽ മതി, എന്നെ പഠിപ്പിക്കേണ്ട. ശരി, ഒന്നും പറയാനില്ല. ഈ പറയുന്ന കൂട്ടുകാരൻ ചെന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു കൊട്ടേഷൻ സംഘത്തിനോടൊപ്പം ഈ പറയുന്ന ചെറുപ്പക്കാരനെയും പിടിച്ചിട്ടുള്ളത്. നാട്ടിലേക്ക് തിരിച്ചു വന്നു, പോലീസുകാർ പിടിച്ചു, പിന്നെ വിട്ടയച്ചു. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നാട്ടുകാർക്ക് വേണ്ട, വീട്ടിലേക്ക് വന്നു, വീട്ടുകാർക്കും വേണ്ട, അതേപോലെ കുടുംബത്തിൽ ആരും വില കൽപ്പിക്കുന്നില്ല. നിരാശയോടുകൂടി ഈ ചെറുപ്പക്കാരൻ ചെന്നു, ഏതൊക്കെയോ ലോഡ്ജിൽ താമസിച്ചു. അവസാനം ഒരു മാരക രോഗം പിടിപെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല തിരിഞ്ഞു നോക്കാൻ. എന്നാൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്ത് തൻ്റെ ഈ കിടക്കുന്ന മനുഷ്യൻ്റെ ഉമ്മാൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ചെന്നു, കൂടെ ഇരുന്നു, എല്ലാ സഹായങ്ങളും ചെയ്തു. അസുഖം മാറി തിരിച്ചു വരുന്ന സമയത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടുകാരോട് സംസാരിച്ച് ഈ വീടുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. തിരിച്ച് പടിയിറങ്ങുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, നിന്നോടൊപ്പം പള്ളിയിലേക്കും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനത്തിനും ഇനി ഞാനുമുണ്ട് എന്ന് പറയാണ്. തിരിച്ചറിവിൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ തിന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നന്മയിലേക്ക് പോകാൻ സാധിക്കണം. നാളെ പരലോകത്ത് എത്തിച്ചേരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരുപക്ഷെ തിന്മ കടന്നു വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ അള്ളാഹു തിന്മയിലേക്ക് പോകാതിരിക്കാൻ, തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഒരു മറയിട്ട് കൊടുക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് കടന്നു വരുന്ന ആ മറയെയും കടന്നുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മതനിരാസത്തിൻ്റെ ഒരു കാലമാണ്. മതമനുസരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ആസ്വാദനങ്ങൾ നഷ്ടപ്പെടും, തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് മതത്തിൻ്റെ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനാണ് ഇസ്സത്ത്, അതേപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂലിന് ഇസ്സത്തുണ്ട്. കൂടാതെ തന്നെ വിശ്വാസികളായിട്ടുള്ള നമ്മളടക്കമുള്ള സമൂഹത്തിന് ഇസ്സത്തുണ്ട് എന്ന ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനൊരു മുസ്ലിമാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാസികളാണ് പല ആളുകളും. ഒരുപക്ഷെ നാട്ടിൽ വിളിച്ചുകൊണ്ട് പറയും, ഞാൻ ഒറ്റക്കാണ്, ആരുമില്ല, ഒറ്റക്കാണ്, ആരുമില്ല. ഈ ഒറ്റക്കാണ് എന്ന് പറയുന്നൊരു ബോധമുണ്ടല്ലോ, ആ ഒറ്റക്കാണ് ഖബറിലുണ്ടാവുക. നാളെ പരലോകത്ത് എത്തിച്ചേരുന്ന സമയത്തും ഒറ്റക്കായിരിക്കുമെന്ന ബോധത്തോട് കൂടിയിട്ടായിരിക്കണം നന്മകൾ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഒരുപക്ഷെ സമ്പാദിച്ചു വെച്ച റിയാലുകളോ ദിർഹമുകളോ ദീനാറുകളോ ഒന്നും കൊണ്ടുവരാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. എല്ലാവരുടെ കയ്യിൽ, അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ കയ്യിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജനിച്ച ദിവസം. പക്ഷേ ഡേറ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന മരണ ദിവസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരുപക്ഷെ നമ്മുടെ ഭാര്യയായിരിക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് വിളിച്ചു പറയുന്നത് നമ്മുടെ സുഹൃത്തായിരിക്കും നാട്ടിലേക്ക്. ഉമ്മാൻ്റെ മടിയിൽ വെച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ സാധിക്കാതെ പോയി. മക്കളെ ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സാധിക്കാതെ എത്രയോ ആളുകൾ കടന്നു പോയിട്ടുണ്ട്. എന്തിനേറെ പുതിയ വീടുണ്ടാക്കി ആ വീട് കൂടിലെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയിട്ട് അള്ളാഹുവിൻ്റെ റൂഹിനെടുത്താൽ മതിയായിരുന്നു എന്ന് ആഗ്രഹം പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതുപോലും ആ ലക്ഷ്യം പോലും പൂർത്തീകരിക്കാൻ പറ്റാതെ എത്രയോ മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് നാളെ പരലോകത്തേക്കാണ്. ആ പരലോകത്തേക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഒരു യുവതയോട് സൂചിപ്പിക്കാനുള്ളത്, യുവസമൂഹം തിരിച്ചറിയേണ്ടത് പരലോക ബോധമുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ദൃഢമായിട്ട് വിശ്വസിക്കുന്നവരാകുന്നു യഥാർത്ഥ മുത്തഖികൾ എന്ന് തഖ്വയുള്ള ആളുകളെക്കുറിച്ച് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ പഠിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, അള്ളാഹുവെ ലഘുവായിട്ടുള്ള ഒരു വിചാരണ എനിക്ക് നൽകണമേ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ബീവി പത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലെ യാ റസൂലുള്ളാഹ് മൽ ഹിസാബുൽ യസീർ, എന്താണ് ലഘുവായിട്ടുള്ള വിചാരണ എന്ന് പറയുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരലോകത്തൊരു മനുഷ്യൻ കടന്നു വരും, അവൻ്റെ നന്മ തിന്മകളുടെ ഏടുകൾ പരിശോധിക്കും. അങ്ങനെ അള്ളാഹു പരിശോധിക്കുമ്പോൾ നന്മകളായിരിക്കും ആ മനുഷ്യനിൽ കാണാം. ചെറിയ വിചാരണയോടുകൂടി എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചെറിയ ഒരു വിചാരണയോടുകൂടി ആ മനുഷ്യൻ കടന്നു പോകും. എന്നാൽ കഠിനമായിട്ടുള്ള വിചാരണ എന്ന് പറയുന്നത് ഓരോ വിഷയത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. ലോക നാഗരികതക്ക് മുസ്ലിം യുവാക്കൾ നൽകിയിട്ടുള്ള സംഭാവനയെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. സിയാദ് ബിൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളത്. ആ തിരിച്ചറിവും ആ ബോധവുമായിരിക്കണം വളർന്നു വരുന്ന സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. നോക്ക് നിങ്ങൾ, നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ വൈഫ് സാപ്പിങ്ങിനെ പോലെയുള്ള പുതിയ പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെയാണ് ഒരു സമൂഹം കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട രീതിയിലാണോ ആ ജീവിതങ്ങൾ കടന്നു പോകുന്നത് തുടങ്ങിയ രീതിയിലേക്കുള്ള വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്ക് വിശുദ്ധ ഖുർആനിലെ നേരത്തെ സൂചിപ്പിച്ച 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയായിരിക്കണം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹു, നിന്റെ മനസ്സിനെ നീ ഒതുക്കി നിർത്തണം.
എവിടെയായിരിക്കണം ഒതുക്കി നിർത്തേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ കൂടെയായിരിക്കണം നിൻ്റെ മനസ്സിനെ നീ ഒതുക്കി നിർത്തേണ്ടത്. വലാ തഖദു ഐനാക തുരീദു സീനത്തൽ ഹയാത്ത് ദുനിയ, ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ മനസ്സിനെ നീ അതിൽ നിന്ന് അകറ്റാൻ പാടില്ല. ഏതെങ്കിലും തെറ്റിലേക്ക് തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഈ കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളും സൗഹൃദങ്ങളും നഷ്ടപ്പെടുത്താൻ പാടില്ല. കമ്പനിക്കാരെന്ന് പറയുമ്പോൾ നല്ല കമ്പനിക്കാരായിരിക്കണം, നല്ല കൂട്ടുകാരായിരിക്കണം, നല്ല വിഭാഗങ്ങളായിരിക്കണം നമ്മുടെ കൂട്ടുകൂടേണ്ടത്. കഴിഞ്ഞില്ല. വലാ തുതിഅ മൻ അഫൽന ഖൽബഹു അൻ ദിക്രിനാ, അള്ളാഹു ഹൃദയത്തെ അശ്രദ്ധമാക്കിയിട്ടുള്ള വിഭാഗം ആളുകളുണ്ട്. അവരെ നീ അനുസരിക്കാൻ പാടില്ല. അള്ളാഹ് പഠിപ്പിക്കുകയാണ് ആരെയാണ് നീ അനുസരിക്കാൻ പാടില്ലാത്തത്. ഹൃദയം അശ്രദ്ധമാക്കിയവനെ നീ അനുസരിക്കാൻ പാടില്ല. അയാൾ പറയണ നീ കേൾക്കണം എന്നില്ല. നിന്റെ എത്ര അടുത്ത കൂട്ടുകാരനാണെങ്കിലും ശരി, തിന്മയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ അശ്രദ്ധമാക്കിയവൻ്റെ സംസാരത്തെ നീ കേൾക്കേണ്ടതില്ല. അതേപോലെ തന്നെ വത്തബഅ ഹവാഹു, ദേഹേച്ഛയെ പിന്തുടർന്ന അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്, തൻ്റെ ഇച്ഛകൾ മാത്രം. അവരെയും നീ പിന്തുടരേണ്ട ആവശ്യങ്ങളില്ല. എന്നിട്ട് വക്കാന അംറുഹു ഫുറുത്ത, അവൻ്റെ കാര്യമെന്ന് പറയുന്നത് ഫുറുത്ത, അതിര് കവിഞ്ഞതാകുന്നു. അങ്ങനെ അതിര് കവിഞ്ഞ ആളുകളെയും നീ അനുസരിക്കാൻ പാടില്ല. ആരെ അനുസരിക്കണമെന്ന് തുടങ്ങി വെച്ചു, ആരെ അനുസരിക്കാൻ പാടില്ല എന്ന് 3 വിഭാഗം ആളുകളെ വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന 28-ാം വചനത്തിലൂടെ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. തിരക്കിനിടയിലും സമയം കണ്ടെത്തുമ്പോഴാണ് അള്ളാഹുമായിട്ട് ആത്മബന്ധം നിലനിർത്താൻ നമുക്ക് സാധിക്കുക. അത്തരത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഒരുപക്ഷേ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, കൂട്ടുകാർ, രക്ഷിതാക്കൾ, മരണപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവർക്കും അള്ളാഹു മാഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗം അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുവസമൂഹമായിട്ടുള്ള തലമുറക്ക് അള്ളാഹു നന്മയുടെ വഴി, ഹിദായത്തിൻ്റെ വഴി അസ്ഹാബുൽ കഹ്ഫിന് നൽകിയിട്ടുള്ള സിയാദത്തുൽ ഹിദായ അവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രളയങ്ങളിലും മറ്റു പ്രയാസങ്ങളൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അഫ്രിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജാത്ത് റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.